ലക്ഷ്മി, ചായ എവിടെ? നിങ്ങളുടെ അമ്മയോട് ചോദിക്കേ. അവിടെ എവിടെ അമ്മ? ദേ വരുന്നുണ്ട്. നീ ഞങ്ങളെ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിട്ട് ഇന്നു മുതലേ ഞാൻ വേറെ ലെവലാ. നിന്റെ ഇതുവരെയുള്ള ലെവൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എന്താണാവോ പുതിയത്? ഞാനേ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. ഓ, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. ദൈവമേ, ഇനി എത്ര ശവങ്ങൾ എടുക്കേണ്ടി വരുമോ എന്തോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ തുടങ്ങി രണ്ടും കൂടി. അല്ല ലക്ഷ്മി, ഇതിന്റെ ആവശ്യമുണ്ടാ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത്? ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിച്ച് നടക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് സഹിക്കത്തില്ല. നിങ്ങൾക്കേ എന്നോട് എക്കോയാ. എക്കോ എക്കോ അല്ല, ഈഗോ. ഓ, മലയാളത്തിൽ അങ്ങനെയും പറയും. നിന്നെ സൈക്കിൾ ഓടിപ്പിച്ച കാര്യം ആലോചിക്കാനേ എനിക്ക് വയ്യ. നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കണ്ട. എനിക്ക് സമയമില്ല, ഞാൻ പോവാ. A few moments later. എന്തോ പറ്റി? ഇവിടെ മുഖം കണ്ടറിയാലോ, എന്തോ കുഴപ്പമൊപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ അവൾ ആരെങ്കിലും കാറിടിച്ച് കൊന്നു. അത് പിന്നെ സുഗുണ, ആ രാജമ്മയുടെ ടെസ്റ്റ് ഡേറ്റ് അത് കിട്ടിയോ? ഡേറ്റ് ഒക്കെ കിട്ടി, പക്ഷേ രാജമ്മയ്ക്ക് ഇപ്പോഴും ക്ലച്ചും ബ്രേക്കോടൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. സർ, ഞാൻ ലക്ഷ്മി. ഞാനിവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാണ് സർ. ഓ, ആ ഇരിക്കി. പേരെന്താ പറഞ്ഞേ? ലക്ഷ്മി. ലക്ഷ്മി ടൂ വീലറാണോ ഫോർ വീലറാണോ? ടൂ വീലർ എന്റെ ഹസ്ബൻഡിനെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് സർ. ഓ, ഞാനാണോ? അപ്പൊ ആ പ്രതീക്ഷയും പോയി. അതെന്താ സർ, കല്യാണം കഴിച്ചവർക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റൂലേ? ഞാൻ ഡിവോഴ്സ് ചെയ്യേണ്ടി വരുമോ സർ? ഡൈവോഴ്സ് ആയിക്കോളും, അതാണ് ഇവിടുത്തെ പതിവ്. എന്താ പറഞ്ഞ? ഒന്നുമില്ല. അതൊക്കെ പോട്ടെ. ലക്ഷ്മിക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ? സാർ ചോദിച്ചു സാർ, ഞാൻ മണി പോലെ ആൻസർ പറയും. ലക്ഷ്മി വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരാൾ പുറകെ വന്നാൽ ലക്ഷ്മി എന്ത് ചെയ്യും? ഓപ്ഷൻസ് ഉണ്ട് സാർ. ബെസ്റ്റ്. ഞാൻ അയാളോട് ഒരു ലിഫ്റ്റ് തരട്ടെ ചേട്ടാന്ന് ചോദിക്കും. ഞാനിരിക്കുന്നു, കുട്ടി ഹോൺ അടിക്കണം. അതൊക്കെ പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എന്തിന്റെ സിമ്പിളാണ്? ഇത് കോണിയമ്മ പോലെ സാർ. എന്ത്? എവിടുന്ന് വരുന്നുണ്ട്? ഇതൊരു നടക്കു പോകുന്ന ലക്ഷണമില്ല. കുട്ടി, ഇത് റെയിൽവേ ക്രോസിന്റെ സിമ്പിളാണ്. ഓ, ഇനി ഞാൻ തെറ്റിക്കില്ല സാർ. അയ്യോ മതി. ചൂടാ, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത്. പേര് ലക്ഷ്മി, വയസ്സ് 30. ആധാർ കാർഡ് ഉണ്ടോ? അയ്യോ, ആധാർ കാർഡ് എടുക്കാൻ മറന്നുപോയി. ഓ, നാളെ ഫില്ല് ചെയ്യാം. കുട്ടിയുടെ ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കുട്ടികളായിട്ടില്ല. റെഡിയാണ് സാർ. കുട്ടി വരെ നമുക്ക് തയ്യാർ നോക്കാം. എന്റെ പെണ്ണുപിള്ളേ, ഡമ്മിക്കാർ ട്രയൽ റൂമിന്റെ കാര്യം സാറ് പറഞ്ഞേ. ഡമ്മിക്കാറോ? അതെന്താ? ദൈവമേ, അയാൾക്ക് ജീവൻ വല്ലതും ബാക്കിയുണ്ടോടി? കുറച്ച്. It's the motherfucking Eagle Double G. Snoop Dogg.